നമസ്കാരം. നാളെ ഷഷ്ടിയാണ്. മുരുകപ്രീതിക്ക് ഏറ്റവും ഉത്തമവും ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിയായി കടന്ന് വരുന്നതായ ദിവസം കൂടിയാണ് നാളെ. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നാളെ വീടുകളിൽ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൂടാതെ ആ വീട്ടിലെ സന്താനങ്ങൾക്ക് ഉയർച്ചയും ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുരിതങ്ങൾക്കും ആശ്വാസം ലഭിക്കുകയോ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയോ ചെയ്യാം. അത്തരത്തിൽ വളരെ വിശേഷപ്പെട്ടതായ ദിവസമാണ് നാളെ. വീടുകളിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും അമ്മമാർ ഈ കാര്യം മറക്കാതെ ചെയ്യുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്നതായ വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഓം അജത് ഭുവേ നമഃ എന്ന കമന്റ് ബോക്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെ കുറിച്ചാകുന്നു. തിഥിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഡിസംബർ 21 ശനിയാഴ്ച ഷഷ്ടി തിഥി ആരംഭിക്കുന്നതാകുന്നു. കൃഷ്ണപക്ഷ ഷഷ്ടി എന്ന പ്രത്യേകതയുമുണ്ട്. സമയം ആരംഭിക്കുന്നത് 20-ാം തീയതി, അതായത് ഇന്നേ ദിവസം ഉച്ചയ്ക്ക് 1:29 ഷഷ്ടി തിഥി ആരംഭിച്ചിരിക്കുകയാണ്. നാളെ 21-ാം തീയതി 2:43 ഉച്ചയ്ക്ക് 2:43 തിഥി അവസാനിക്കുകയും ചെയ്യും. അതിനാൽ നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിരാവിലെ തന്നെ തീർച്ചയായും ഏവരും ഉണരുക. സാധിക്കുന്നവരാണ് എങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണരുവാൻ സാധിക്കണം. ഇപ്രകാരം ഉണർന്ന് ആദ്യം ചെയ്യേണ്ടത് കുളിക്കുക എന്നതാണ്. കുളിച്ച് നാളെ മഞ്ഞൾ ജലത്തിൽ കുളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അല്പം മഞ്ഞൾ കലർത്തിയ ജലത്തിൽ നാളെ ഏവരും കുളിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ നാളെ ശിവകുടുംബ ചിത്രം വീടുകളിലുണ്ട് എങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. മുരുക ചിത്രമുണ്ട് എങ്കിൽ പോലും ഉത്തമമാകുന്നു. നാളെ വിളക്ക് തെളിയിച്ച് പ്രത്യേകിച്ചും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. നാളെ ഭഗവാന് സമർപ്പിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ വസ്തു പാൽ സമർപ്പിക്കുക എന്നതാണ്. അതിരാവിലെ വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ഇപ്രകാരം പാൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ സമയത്താണ് എങ്കിലും ഇപ്രകാരം പാൽ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ഫലവർഗ്ഗങ്ങൾ സമർപ്പിക്കുന്നതും നിങ്ങളുടെ വീടുകളിൽ വിരിഞ്ഞതായ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സൗഭാഗ്യവും ഐശ്വര്യവും ഇരട്ടിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നാളെ പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യുകയും അഥവാ പാൽ സമർപ്പിക്കുകയും ശേഷം ആ പാൽ കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ക്ഷേത്ര ദർശനം നാളെ നടത്തേണ്ടത് അനിവാര്യമാണ്. വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. നാളെ കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വീടുകളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ആ വ്യക്തികളെ ഒപ്പം കൂട്ടുക. സന്താനങ്ങളാണ് എങ്കിൽ സന്താനങ്ങളെ ഒപ്പം കൂട്ടി ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ നാളെ പാൽ അഭിഷേകം നടത്തുന്നത് ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാകുന്നു. സാധിക്കുന്ന ഏവരും ഈ ഒരു വഴിപാട് നടത്തുവാൻ ശ്രമിക്കുക. പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. സാധിക്കാത്തവരാണ് എങ്കിൽ ഭഗവാന് ഭസ്മം സമർപ്പിക്കുന്നതും 1 രൂപ നാണയമെങ്കിലും തലയ്ക്കൊഴിഞ്ഞ് ഭഗവാന്റെ ഭണ്ഡാരത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു വഴിപാട് തന്നെയാകുന്നു. കൂടാതെ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വീടുകളിൽ വിളക്ക് തെളിയിച്ച് നാളെ ജപിക്കുവാൻ സാധിക്കുന്നതായ ഏറ്റവും വിശേഷപ്പെട്ടതായ ആ മന്ത്രങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. തീർച്ചയായും നിങ്ങളും കുടുംബത്തിലെ മറ്റംഗങ്ങളും പ്രത്യേകിച്ച് സന്താനങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രങ്ങൾ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാകുന്നു. ഏവർക്കും സുപരിചിതമായ ഒരു മന്ത്രം തന്നെയാണ്. ഓം അജത് ഭുവേ നമഃ എന്ന മന്ത്രം ഏവരും ജപിക്കുന്നതായ മന്ത്രമാകാം. ഈ മന്ത്രം നിങ്ങൾ നാളെ 108 ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു.
മറ്റ് മന്ത്രങ്ങൾ ഒന്നും ജപിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ മന്ത്രമെങ്കിലും ജപിക്കുന്നത് അതീവ ശുഭകരമാണ്. നിത്യവും ഈ മന്ത്രജപം നടത്തുന്നത് നിങ്ങളുടെ വീടിനും വീട്ടുകാർക്കും ഭഗവാന്റെ അനുഗ്രഹം നിലനിൽക്കുന്നതിനും കൂടാതെ ഭഗവാന്റെ കാവൽ ഉണ്ടാകുന്നതിനും സഹായകരമാണ്. ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. ഇനി പരാമർശിക്കാൻ പോകുന്ന ആദ്യത്തെ മന്ത്രം സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമാണ്. ഈ മന്ത്രം അതിരാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പകൽ സമയങ്ങളിൽ മാത്രം ജപിക്കേണ്ട മന്ത്രം, രാത്രി ജപിക്കുവാൻ പാടുള്ളതല്ല. ആ മന്ത്രം ഇപ്രകാരമാണ്: സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത് എന്നാണ്. ഈ മന്ത്രം നാളെ നിങ്ങൾ 108 രൂപ ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഇനി പരാമർശിക്കാൻ പോകുന്ന മന്ത്രം കുടുംബ ഐക്യത്തിനും ഐശ്വര്യത്തിനുമായും നിങ്ങൾ ജപിക്കേണ്ടതായ മന്ത്രമാകുന്നു. ഈ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്ന് ചേരുന്നതിന് സഹായകരമാണ്. പ്രത്യേകിച്ചും നാളെ ജപിക്കുന്നത് അഥവാ ഷഷ്ടി ദിവസം ജപിക്കുന്നത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും. ഈ മന്ത്രജപം നിത്യവും നിങ്ങൾ നടത്തുന്നത് ആ വീടുകളിൽ സദാ സമ്പൽ സമൃദ്ധി നിറയുന്നതിന് സഹായകരമാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം വല്ലി ദേവയാനി സമേത ദേവസേനാധിപതിയും കുമര ഗുരുവരായ സ്വാഹ എന്നാണ് മന്ത്രം. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം: ഓം വല്ലി ദേവയാനി സമേത ദേവസേനാധിപതിയും കുമര ഗുരുവരായ സ്വാഹ എന്നാണ് മന്ത്രം. ഈ മന്ത്രവും നാളെ നിങ്ങൾ 108 രൂപ ജപിക്കുവാൻ ശ്രമിക്കുക. ഇനി പരാമർശിക്കാനായി പോകുന്ന മന്ത്രം രോഗദുരിതങ്ങളാൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ, പലവിധ മാനസിക പീഡകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ജപിക്കേണ്ടതായ മന്ത്രമാകുന്നു. നിത്യവും ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആയുരാരോഗ്യം വർദ്ധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. മനസ്സിലെ വിഷമങ്ങൾ അകറ്റുവാൻ സാധിക്കും. ആ മന്ത്രം ഇപ്രകാരമാണ്. 108 രൂപ തന്നെ ജപിക്കുക. ഓം അഗ്നികുമാര സംഭവായ അമൃതമയൂര വാഹനാരൂഢായ ശരവണ സംഭവ വല്ലീശ സുബ്രഹ്മണ്യായ നമഃ എന്നാണ് മന്ത്രം. ഈ മന്ത്രവും നാളെ നിങ്ങൾ ജപിക്കുക. ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് രോഗദുരിതങ്ങളിൽ നിന്നും ശമനം ലഭിക്കുന്നതാണ്. ഇനി ഞാൻ പരാമർശിക്കാൻ പോകുന്ന സമയത്തിന് വളരെ വലിയ പ്രാധാന്യം നൽകുക. കാരണം ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ കൂടുതലായും അനുഭവപ്പെടുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് ഭഗവത് മന്ത്രങ്ങൾ ജപിച്ച് വിളക്ക് തെളിയിക്കുന്നതിലൂടെ തീർച്ചയായും ആ വീടുകൾക്ക് സൗഭാഗ്യവും ഐശ്വര്യങ്ങളും നിറയുക തന്നെ ചെയ്യും. ശത്രുദോഷങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് മോചനം ലഭിക്കും എന്നതാണ് വാസ്തവം. ഈ ഭഗവാൻ വീടുകളിൽ വരുന്ന ആ ത്രിസന്ധ്യാ സമയത്ത് വിളക്ക് തെളിയിച്ച് നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വീടുകളിൽ ഈ സമയം പനിനീർ തെളിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നാളെ തീർച്ചയായും ഈ കാര്യങ്ങൾ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ചെയ്യുക.